ക്വിസ് ആൻഡ് ഫാക്ട്സിന്റെ ഗണിത ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ 2026 ഗണിത ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള വീഡിയോ ആണ്. ഗണിത ക്വിസിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം മാതൃകാ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ മാത്തമാറ്റിക്സിലുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വിസിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ അടുത്ത മാത്സ് ക്വിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു വീഡിയോയിൽ മാത്രം എല്ലാ ചോദ്യങ്ങളും പറയുന്നത് സാധ്യമല്ല. ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ഇതിലെ ചോദ്യങ്ങളെല്ലാം അറിയാമെന്ന് ഉറപ്പുവരുത്തുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് മുൻ വർഷങ്ങളിലെ ഗണിത ക്വിസിൽ നിന്നും അതുപോലെ തന്നെ ശാസ്ത്രമേള ക്വസ്റ്റ്യൻസിൽ നിന്നുമാണ്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കാണുക. നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിന്റെ അടിസ്ഥാനമായ ബൈനറി സംഖ്യാ സമ്പ്രദായം, അതായത് ബൈനറി നമ്പർ സിസ്റ്റം ആവിഷ്കരിച്ച ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ്? ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ബൈനറി സംഖ്യാ സമ്പ്രദായം അല്ലെങ്കിൽ ബൈനറി നമ്പർ സിസ്റ്റം കണ്ടുപിടിച്ചത് ആരാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഗോട്ട്ഫ്രൈഡ് ലൈബ്നിസ് എന്ന് പറയുന്ന ആളാണ്. ഗോട്ട്ഫ്രൈഡ് ലൈബ്നിസ് എന്ന ഗണിത ശാസ്ത്രജ്ഞനാണ് ബൈനറി നമ്പർ സിസ്റ്റം ആവിഷ്കരിച്ചത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഗണിതശാസ്ത്രത്തിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന ബഹുമതി ഏതാണ്? ഉത്തരം ഫീൽഡ്സ് മെഡൽ. ഫീൽഡ്സ് മെഡൽ എന്ന പുരസ്കാരമാണ് ഗണിതശാസ്ത്രത്തിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന ബഹുമതി. മൂന്നാമത്തെ ചോദ്യം: ഏത് രണ്ട് തുടർച്ചയായ സംഖ്യകൾ കൂട്ടിയാലും അടുത്ത സംഖ്യ ലഭിക്കുന്ന പ്രശസ്തമായ സംഖ്യാശ്രേണി ഏതാണ്? ഉദാഹരണം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഖ്യാശ്രേണികളെ പറയുന്ന പേര് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സീക്വൻസിനെ പറയുന്ന പേര് ഫിബാനോച്ചി ശ്രേണി അല്ലെങ്കിൽ ഫിബാനോച്ചി സീക്വൻസ് എന്നാണ്. അതായത് ഏത് രണ്ട് തുടർച്ചയായ സംഖ്യകൾ കൂട്ടിയാലും അടുത്ത സംഖ്യ ലഭിക്കുന്ന പ്രശസ്തമായ സംഖ്യാശ്രേണിയാണിത്. നാലാമത്തെ ചോദ്യം: പ്രകൃതിയുടെ അനുപാതം എന്നറിയപ്പെടുന്ന ഗോൾഡൻ റേഷ്യോയുടെ ഏകദേശ മൂല്യം എത്രയാണ്? പ്രകൃതിയുടെ റേഷ്യോ അല്ലെങ്കിൽ പ്രകൃതിയുടെ അനുപാതം എന്നറിയപ്പെടുന്നതാണ് ഗോൾഡൻ റേഷ്യോ. അതിന്റെ ഏകദേശ മൂല്യം 1.618 ആണ്. 1.618. അഞ്ചാമത്തെ ചോദ്യം: ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി എന്ന ജീവചരിത്ര സിനിമ ഏത് ഇന്ത്യൻ ഗണിത പ്രതിഭയെക്കുറിച്ചുള്ളതാണ്? ഉത്തരം ശ്രീനിവാസ രാമാനുജൻ. ഇതേ ചോദ്യം തിരിച്ചു ചോദിച്ചാലും പറയാൻ പറ്റണം. ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി എന്ന ജീവചരിത്ര സിനിമ പ്രശസ്ത ഗണിത പ്രതിഭയായ ശ്രീനിവാസ രാമാനുജനെ കുറിച്ചുള്ളതാണ്. വീഡിയോയിലെ ആറാമത്തെ ചോദ്യം: അന്താരാഷ്ട്ര പൈ ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? അന്താരാഷ്ട്ര പൈ ദിനം അല്ലെങ്കിൽ പൈ ഡേ എന്നാണ്? ഉത്തരം മാർച്ച് 14. അന്താരാഷ്ട്ര പൈ ദിനം അല്ലെങ്കിൽ പൈ ഡേ ആയി ആഘോഷിക്കുന്നത് മാർച്ച് 14 തീയതിയാണ്. പൈയുടെ മൂല്യം 3.14 ആണ്. അതിലെ 3 മാർച്ചായിട്ടും ബാക്കിയുള്ള 14 14 ആയിട്ടും കൺസിഡർ ചെയ്ത് മാർച്ച് 14 തീയതിയാണ് അന്താരാഷ്ട്ര പൈ ദിനമായി ആഘോഷിക്കുന്നത്. ചോദ്യം നമ്പർ 7: 0 എന്ന സംഖ്യയ്ക്ക് കൃത്യമായ സ്ഥാനവില നൽകി ഗണിതത്തിൽ ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ബ്രഹ്മഗുപ്തൻ. അതായത് 0 എന്ന സംഖ്യയ്ക്ക് കൃത്യമായ സ്ഥാനവില നൽകി ഗണിതത്തിൽ ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ബ്രഹ്മഗുപ്തനാണ്. ആര്യഭട്ടൻ 0 കണ്ടെത്തിയ ആളാണ്. ഈ ഒരു ചോദ്യവും അത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. 0 കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്യഭട്ടനാണ്. പക്ഷേ അതിന്റെ നിയമങ്ങൾ ക്രോഡീകരിച്ചത് ബ്രഹ്മഗുപ്തനാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം: ഒരു വശത്തിന്റെ നീളം മാത്രമേയുള്ളൂ, തിരിച്ചും മറിച്ചും നോക്കിയാൽ ഒരേ ഒരു ഉപരിതലം മാത്രമുള്ള അത്ഭുത നിർമ്മിതിക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം മോബിയസ് സ്ട്രിപ്പ് എന്നാണ്. ആ ഒരു അത്ഭുത നിർമ്മിതിയുടെ ഫോട്ടോയും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ പേര് മോബിയസ് സ്ട്രിപ്പ് എന്നാണ്.
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഗണിതശാസ്ത്രത്തിന്റെ രാജകുമാരൻ, പ്രിൻസ് ഓഫ് മാത്തമാറ്റീഷ്യൻസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കാർൽ ഫെഡറിക് ഗോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഗണിതശാസ്ത്രത്തിന്റെ രാജകുമാരൻ അല്ലെങ്കിൽ പ്രിൻസ് ഓഫ് മാത്തമാറ്റീഷ്യൻസ് എന്നറിയപ്പെടുന്നത് കാർൽ ഫെഡറിക് ഗോസ്. അടുത്ത ചോദ്യം, പൂജ്യവും നെഗറ്റീവ് സംഖ്യകളും പോസിറ്റീവ് സംഖ്യകളും അടങ്ങുന്ന പൂർണ്ണസംഖ്യകളുടെ ഗണത്തെ അല്ലെങ്കിൽ ഇൻഡിജേഴ്സിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം ഏതാണ്? ഉത്തരം ഇസഡ്. ഇസഡ് എന്ന അക്ഷരം വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിജേഴ്സിനെ അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകളുടെ ഗണത്തെ സൂചിപ്പിക്കുന്നത്. ഈ ഇൻഡിജേഴ്സിനകത്ത് പൂജ്യവും നെഗറ്റീവ് സംഖ്യകളും പോസിറ്റീവ് സംഖ്യകളും അടങ്ങുന്ന പൂർണ്ണസംഖ്യകളുടെ ഗണത്തെ നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് വിളിക്കുന്നു. അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് സെഡ് എന്ന അക്ഷരം ഉപയോഗിച്ചാണ്. 11ാമത്തെ ചോദ്യം, രണ്ട് ആഭാജ്യ സംഖ്യകൾ അതായത് പ്രൈം നമ്പേഴ്സ്, രണ്ട് ആഭാജ്യ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 2 ആണെങ്കിൽ അവയെ എന്ത് വിളിക്കുന്നു? രണ്ട് പ്രൈം നമ്പറുകൾ അല്ലെങ്കിൽ രണ്ട് ആഭാജ്യ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 2 ആണെങ്കിൽ അവയെ നമ്മൾ ഇരട്ട ആഭാജ്യങ്ങൾ അല്ലെങ്കിൽ ട്വിൻ പ്രൈമേഴ്സ് എന്നാണ് വിളിക്കാറുള്ളത്. അതിനുദാഹരണമാണ് 11ഉം 13ഉം. 12ാമത്തെ ചോദ്യം, സുഡോക്കു എന്ന പ്രശസ്തമായ പസിൽ ഗെയിം ആദ്യമായി ഡിസൈൻ ചെയ്തത് ഏത് രാജ്യത്താണ്? ഉത്തരം അമേരിക്ക. അതായത് സുഡോക്കു എന്ന പ്രശസ്തമായ പസിൽ ഗെയിം ആദ്യമായി ഡിസൈൻ ചെയ്തത് അമേരിക്കയാണെങ്കിലും അത് ജനപ്രിയമാക്കിയത് ജപ്പാനാണ് എന്ന് ഓർത്തിരിക്കുക. ഇങ്ങനൊരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം അമേരിക്കയാണ്. 13ാമത്തെ ചോദ്യം, ജ്യാമിതിയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ജോമെട്രി എന്നറിയപ്പെടുന്നത് ആരാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഫാദർ ഓഫ് ജോമെട്രി അല്ലെങ്കിൽ ജ്യാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് യൂക്ലിഡ് ആണ്. മറക്കരുത്, യൂക്ലിഡ് ആണ് ഫാദർ ഓഫ് ജോമെട്രി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഗണിതശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ അവസാനത്തെ സിദ്ധാന്തം അല്ലെങ്കിൽ ലാസ്റ്റ് തിയറം ആരുടേതാണ്? ലാസ്റ്റ് തിയറം അല്ലെങ്കിൽ അവസാനത്തെ സിദ്ധാന്തം പിയറി ഡി ഫെർമാറ്റിൻ്റെതാണ്. ഗണിതശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ തിയറീസിൽ ഒന്നാണ് ലാസ്റ്റ് തിയറം. അത് ആരുടേതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പിയറി ഡി ഫെർമാറ്റ്. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഒരു ക്ലോക്കിലെ സൂചികൾ ഒരു ദിവസം എത്ര തവണ പരസ്പരം ഒന്നിച്ചു വരുന്നു, അതായത് ഓവർലാപ്പ് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണുള്ളത്. ഈ 24 മണിക്കൂറിൽ ഒരു ക്ലോക്കിലെ സൂചികൾ 22 തവണയാണ് ഒന്നിച്ചു വരുന്നത് അല്ലെങ്കിൽ 22 തവണയാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. ഉത്തരം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം 22 തവണ. 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഡേ അല്ലെങ്കിൽ നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആയി ഡിസംബർ 22 ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം ശ്രീനിവാസ രാമാനുജൻ. ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനം ഡിസംബർ 22-നാണ്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഡിസംബർ 22-ന് നമ്മൾ നാഷണൽ മാത്തമാറ്റിക്സ് ഡേ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആയി ആഘോഷിക്കുന്നത്. അടുത്ത ചോദ്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ റോമൻ ന്യൂമറൽസിൽ ഉൾപ്പെടാത്ത ഒരേ ഒരു സംഖ്യ ഏതാണ്? റോമൻ ന്യൂമറൽസ് അല്ലെങ്കിൽ റോമൻ നമ്പേഴ്സ് എന്നറിയപ്പെടുന്ന റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ ഉൾപ്പെടുത്താത്ത ഒരേ ഒരു സംഖ്യ 0 ആണ്. ഓർത്തിരിക്കുക, റോമൻ നമ്പേഴ്സിൽ 0 ഉൾപ്പെടുന്നതല്ല. 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ലോഗരിതം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലോഗരിതം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ജോൺ നേപ്പിയർ. ജോൺ നേപ്പിയർ ആണ് ലോഗരിതം കണ്ടുപിടിച്ചത്. മറക്കരുത്, ലോഗരിതം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേര് ജോൺ നേപ്പിയർ. മെട്രിക്സ് എന്ന സിദ്ധാന്തത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നിങ്ങളെല്ലാവരും +1 +2-ൽ മെട്രിക്സിനെ പറ്റി പഠിക്കുന്നുണ്ടാവും. മെട്രിക്സ് സിദ്ധാന്തത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്?
ഉത്തരം ആർത്തർ കെയ്ലി. ആർത്തർ കെയ്ലിയാണ് മെട്രിക് സിദ്ധാന്തത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. ഉത്തരം ആർത്തർ കെയ്ലി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. PDF വേണ്ടവർ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. 20ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. ആധുനിക കമ്പ്യൂട്ടർ സയൻസിന്റെയും കൃത്രിമ ബുദ്ധിയുടെയും പിതാവായി കണക്കാക്കപ്പെടുന്ന ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? കൃത്രിമ ബുദ്ധി എന്നുദ്ദേശിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയാണ്. അതിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ഗണിതശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം അലൻ ട്യൂറിംഗ്. ആധുനിക കമ്പ്യൂട്ടറിന്റെയും അതുപോലെ തന്നെ കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ ഫാദർ ഓഫ് AI എന്നറിയപ്പെടുന്നത് അലൻ ട്യൂറിംഗ് ആണ്. ഇത് രണ്ടും ഒരുമിച്ച് ചോദിക്കുകയാണെങ്കിലാണ് ഉത്തരം അലൻ ട്യൂറിംഗ് ആയി വരുന്നത്. അതായത് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഫാദർ ഓഫ് AI എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അലൻ ട്യൂറിംഗ് ആണ്. പക്ഷേ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഫാദർ ഓഫ് AI ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം ജോൺ മക്കാർത്തി ആണ്. ഇത് രണ്ടും മാറിപ്പോയരുത്. ഫാദർ ഓഫ് AI എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരം ജോൺ മെക്കാർത്തി ആണ്. മാറിപ്പോയരുത്, ഓർത്തിരിക്കുക. നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രശസ്തമായ രാമാനുജൻ സംഖ്യ ഏതാണ്? രാമാനുജൻ സംഖ്യയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആ സംഖ്യ എത്രയാണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ബോണസ് ചോദ്യത്തിന്റെ ഉത്തരം അറിയുന്നവരെല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. അപ്പോൾ ഗണിത ക്വിസുമായി ബന്ധപ്പെട്ട നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടതിന് നന്ദി. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ മാത്രമാണ്. ഇനിയും നമ്മുടെ ഗണിത ക്വിസുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് വീഡിയോസ് കൂടി കാണുക. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടില്ല. ഇക്വേഷൻസും മറ്റു കാര്യങ്ങളും അത് ഗണിത ക്വിസിൽ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ എത്രാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് അതിലെ മാത്തമാറ്റിക്സ് ബുക്കിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.